സ്നേഹമുള്ളവരെ, ഇന്ന് നമ്മൾ തീർത്ഥയാത്രയ്ക്കായിട്ട് എത്തിയിരിക്കുക അസീസിയിലാണ്. ഇറ്റലിയിലെ ഒരു ചെറിയ ഗ്രാമപ്രദേശമാണിത്. റോമിൽ നിന്ന് ഏകദേശം 200 കിലോമീറ്ററാണ് ഇങ്ങോട്ടുള്ള ദൂരം. അതിമനോഹരമായ മലയോര പ്രദേശമാണ് അസീസി. തിരുസഭയ്ക്ക് ഒത്തിരിയധികം വിശുദ്ധരെ സമ്മാനിച്ച സ്ഥലം. വിശുദ്ധ ഫ്രാൻസിസ്, വിശുദ്ധ ക്ലാര. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന വിശുദ്ധനാകാൻ പോകുന്ന കാർലോ അക്യൂറ്റസിൻ്റെ ശരീരവും ഹൃദയവും ഇവിടെയാണ് വെച്ചിരിക്കുക. പ്രിയപ്പെട്ടവരെ, ഇതാണ് വിശുദ്ധ കാർലോ അക്യൂറ്റസിൻ്റെ ഹൃദയം വെച്ചിരിക്കുന്ന പള്ളി. ബ്ലെസ്സഡ് അക്യൂറ്റസിൻ്റെ ശരീരം വെച്ചിരിക്കുന്നത് വേറൊരു ദേവാലയത്തിലാണ്. ആദ്യം നമുക്ക് ഈ ദേവാലയത്തിലേക്ക് പ്രവേശിക്കാം. ഇത് സെൻറ്റ് റൂഫിനോ കത്തീഡ്രൽ ചർച്ചാണ്. വിശുദ്ധ റൂഫിനോനെ പരിചയപ്പെടാതെ നമുക്ക് അസീസി നഗരത്തെയോ അല്ലെങ്കിൽ അസീസിയിലെ വിശുദ്ധരെയോ മനസ്സിലാക്കാൻ സാധിക്കുകയില്ല. ആദ്യം തന്നെ വിശുദ്ധ റൂഫിനോനെ നമുക്ക് പരിചയപ്പെടാം. വിശുദ്ധ റൂഫിനോ ആണ് അസീസി നഗരത്തെ മാനസാന്തരത്തിലേക്ക് നയിച്ച, ക്രിസ്തുവിനെ അസീസി നഗരത്തിൽ പരിചയപ്പെടുത്തിയ വിശുദ്ധൻ. അദ്ദേഹം ഒരു ബിഷപ്പാണ്. അതുപോലെ തന്നെ 238 AD 238 ക്രിസ്തുവിന് വേണ്ടി രക്തസാക്ഷിയാവുകയും ചെയ്തു. ഈ പള്ളിയുടെ മുൻപുണ്ടായിരുന്ന ഇതിനടിയിലുള്ള കത്തീഡ്രൽ ചർച്ചിൻ്റെ അവശിഷ്ടങ്ങളാണ് ചില്ലിട്ട് സൂക്ഷിച്ചിരിക്കുന്നത്. ഇതിനടിയിലെ മനോഹരമായ ഒരു കത്തീഡ്രൽ ദേവാലയം, അത് ക്രിസ്തുവിന് മുമ്പുണ്ടായിരുന്ന ഗ്രീക്ക് ടെമ്പിളാണ്. അതും നമുക്ക് കാണാം. വിശുദ്ധ റൂഫിനോ വഴി അസീസി നഗരം ഈശോയെ അറിഞ്ഞതു മുതൽ ഈ ഗ്രീക്ക് ടെമ്പിൾ പിന്നീട് ഒരു ദേവാലയമായിട്ട് മാറി. ഈ ദേവാലയത്തിൻ്റെ അൾത്താരയുടെ ചുവട്ടിൽ തന്നെയാണ് വിശുദ്ധ റൂഫിനോയിനെ സംസ്കരിച്ചിരിക്കുന്നത്. നമുക്ക് ഇവിടെ ഒരു നിമിഷം പ്രാർത്ഥിക്കാം. ഇന്ന് ഇവിടെ ഒരു വിവാഹം ആശീർവദിക്കുന്ന വിശുദ്ധ കുർബാന തുടങ്ങാനായിട്ട് പോകുന്നു. ദേവാലയത്തിൻ്റെ വലതുവശത്താണ് ബ്ലെസ്സഡ് കാർലോ അക്യൂറ്റസിൻ്റെ ഹൃദയം വെച്ചിരിക്കുക. വിശുദ്ധനാകാൻ പോകുന്ന കാർലോ അക്യൂറ്റസ് 1991 മെയ് 3 ആൻഡ്രെ അക്യൂറ്റസിൻ്റെയും അന്റോണിയ സച്ചാനയുടെയും മകനായിട്ട് ലണ്ടനിൽ ജനിച്ചത്. 3 മാസത്തിനുള്ളിൽ ഇറ്റലിയിലെ മിലാനിലേക്ക് അവർ കുടിയേറി പാർത്തു. അങ്ങനെ കാർലോ ഇറ്റലിയിൽ പഠിച്ചു വളർന്ന് ഒരു ഇറ്റാലിയൻ വെബ് ഡിസൈനറായി. ഈ കാലഘട്ടത്തിൻ്റെ വിശുദ്ധൻ, നൂജനായി ദിവ്യകാരുണ്യ ഈശോയെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് എല്ലാവർക്കും പകർന്നു കൊടുത്ത ഫൈബർ യുഗത്തിൻ്റെ വിശുദ്ധനായി മാറി. ഈ ദേവാലയത്തിലും ഒരു വിവാഹം നടക്കുകയാണ്. നമുക്ക് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ദേവാലയത്തിന് ഇടതുവശത്താണ് വിശുദ്ധ കാർലോ അക്യൂറ്റസിൻ്റെ അഴുകാത്ത ശരീരം വച്ചിരിക്കുക. വിശുദ്ധ കാർലോ ദിവ്യകാരുണ്യ അത്ഭുതങ്ങളുടെ ചരിത്രവും പരിശുദ്ധ മാതാവ് പല സ്ഥലങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടതിൻ്റെ ചരിത്രവും ഒക്കെ സംഭരിച്ചുകൊണ്ട് അതിനായി താൻ തന്നെ ഉണ്ടാക്കിയ വെബ്സൈറ്റ് അതിൽ കാറ്റലോഗായി അപ്ലോഡ് ചെയ്യുകയായിരുന്നു. ദിവ്യകാരുണ്യ അത്ഭുതങ്ങളുടെ വിശുദ്ധനെന്നും ഇദ്ദേഹം അറിയപ്പെടുന്നു. വിശുദ്ധ കാർലോ പറയുക, വിശുദ്ധ കുർബാന സ്വർഗത്തിലേക്കുള്ള ഹൈവേ ആണ്. വിശുദ്ധ കാർലോയുടെ അമ്മ പറയുക, ഒരു ദിവസം പോലും വിശുദ്ധ കുർബാനയും സന്ധ്യാപ്രാർത്ഥനയും അവൻ മുടക്കിയിട്ടില്ല എന്നാണ്. വെറും 15 വർഷം മാത്രം ഈ ലോകത്തിൽ ജീവിച്ച അക്യൂറ്റസ് 2006 ഒക്ടോബർ 12 ലുക്കമിയ അല്ലെങ്കിൽ ബ്ലഡ് ക്യാൻസർ വന്നിട്ടാണ് മരിക്കുന്നത്. വേദനയാൽ വിഷമിക്കുമ്പോഴും അദ്ദേഹം പറയുമായിരുന്നു, ദൈവം എനിക്ക് തന്നതാണ്, അത് സന്തോഷത്തോടെ ഞാൻ സ്വീകരിക്കുന്നു എന്ന്. 2020 ഒക്ടോബർ 10 കാർലോവിനെ ബ്ലെസ്സഡായിട്ട് പ്രഖ്യാപിക്കുകയും 2024 മെയ് 23 ഫ്രാൻസിസ് മാർപ്പാപ്പ വിശുദ്ധനാകാനുള്ള അത്ഭുതങ്ങൾ രേഖപ്പെടുത്തിയതിനാൽ ഉടനെ തന്നെ വിശുദ്ധനാക്കുമെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു. ജീവിതത്തെക്കുറിച്ച് ഈ കൊച്ചു വിശുദ്ധൻ പറയുക ഇങ്ങനെയാണ്: ടു ബി ഓൾവേസ് വിത്ത് ജീസസ്, ദിസ് ഇസ് മൈ ലൈഫ് പ്രൊജക്റ്റ് ആൻഡ് മൈ പ്രോഗ്രാം ഓഫ് ലൈഫ് ഈസ് യുണൈറ്റഡ് ടു ജീസസ്. നമുക്കും ഈ വിശുദ്ധനെ പോലെ ഈശോയുടെ കൂടെ ആയിരുന്നു കൊണ്ട് ജീവിക്കാനുള്ള കൃപയ്ക്കായിട്ട് പ്രാർത്ഥിക്കാം. നമ്മുടെ പ്രാർത്ഥനകളും നിയോഗങ്ങളുമെല്ലാം വിശുദ്ധൻ്റെ മാധ്യസ്ഥം വഴി ദൈവസന്നിധിയിലേക്ക് സമർപ്പിച്ചുകൊണ്ട് ഈശോയുടെ വലിയ അനുഗ്രഹം നമുക്ക് സ്വീകരിക്കാം. നമ്മുടെ കർത്താവായ ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നമ്മെല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.
ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.